പണിമുടക്കിയ ജീവനക്കാർക്കെതിരെ വിചിത്ര നീക്കവുമായി കെഎസ്ആർടിസി മാനേജ്മെന്റ്. പണിമുടക്കിനെതിരെ ശമ്പളം നൽകാതെ പ്രതികാരം ചെയ്യാൻ സർക്കാർ നീക്കമെന്നാണ് ആരോപണം. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നും കെഎസ്ആർടിസി മാനേജ്മെന്റ് ഉത്തരവിറക്കി. പണിമുടക്കിയവരോടുള്ള പ്രതികാര നടപടിയായി ശമ്പളം വൈകിപ്പിക്കാനാണ് നീക്കമെന്നാണ് TDF ആരോപിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഈ ഉത്തരവിന്റെ ഉള്ളടക്കം എന്താണ്? TDF ഇതിൽ ഏത് രീതിയിലാണ് പ്രതിഷേധം അറിയിക്കുന്നത്? ഹിമ, തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു TDFന്റെ പണിമുടക്ക് സമരം. ഫെബ്രുവരി 4-ാം തീയതി നടത്തിയ പണിമുടക്കിൽ പ്രധാനമായും അവർ പറഞ്ഞിരുന്നത് ശമ്പളം കൃത്യമായി നൽകുക, DA കുടിശ്ശിക നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. നേരത്തെ തന്നെ നോട്ടീസ് നൽകി പ്രഖ്യാപിച്ച സമരമായതുകൊണ്ട് തന്നെ സർക്കാർ അതിനെ തകർക്കുന്നതിന് വേണ്ടി ഡയസ്ലോൺ പ്രഖ്യാപിച്ചിരുന്നു. ആ ഡയസ്ലോൺ പ്രഖ്യാപിച്ചതിന് പുറമെയാണ് ഇപ്പോൾ ഒരു മാസത്തെ ശമ്പളം വൈകിപ്പിക്കാനുള്ള നീക്കം എന്നുള്ളതാണ് TDF ആരോപിക്കുന്നത്. പ്രത്യേകിച്ചും മറ്റ് ജീവനക്കാർക്കൊപ്പം ഇവർക്ക് ശമ്പളം നൽകുന്ന പ്രക്രിയയിലേക്ക് കടക്കേണ്ടതില്ല. ഒപ്പം തന്നെ അവരുടെ ശമ്പള ബില്ലുകൾ പ്രത്യേകമായി സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ, അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് സ്പാർക്കിലാണ്. അതിൽ പ്രത്യേകമായി അപ്ലോഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഏറ്റവും പ്രധാനമായും KSRTCയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പലപ്പോഴും ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കാറില്ല. നേരത്തെയൊക്കെ മന്ത്രി ഒറ്റഗഡുവായി 1-ാം തീയതിയൊക്കെ ശമ്പളം ലഭിക്കുമെന്ന് പറയുമ്പോഴും അത് വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ ഇതും കൂടെ ആകുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഏതായാലും വലിയ പ്രതിഷേധത്തിലാണ് TDF ഉള്ളത്. കാരണം ഈ ജീവനക്കാരോട് കാണിക്കുന്ന ഒരു മര്യാദകേടാണ് ഇത്തരത്തിൽ ഈ ഉത്തരവിലൂടെ പുറത്തു വന്നത് എന്നുള്ളതാണ് TDF ആരോപിക്കുന്നത്. അതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും അവർ പറയുന്നു. ഈ ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് TDFന്റെ മുന്നറിയിപ്പ്. സ്റ്റെഫിൻ, ഇതുവരെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ സമരമെങ്കിൽ, ഇവരുടെ പ്രതിഷേധമെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു പ്രതിഷേധത്തിന്റെ സ്വഭാവം തന്നെ മാറുന്ന നിലയിലേക്കാണല്ലോ ഇവരുടെ മാനേജ്മെന്റ് നടപടിയെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും ഈ പണിമുടക്കൊക്കെ നടത്തിയ സമയത്ത് തന്നെ ഈ പണിമുടക്കിനെ എങ്ങനെ തകർക്കാം എന്നുള്ളതായിരുന്നു KSRTC മാനേജ്മെന്റും ഗതാഗത വകുപ്പും ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം അന്ന് താൽക്കാലിക ജീവനക്കാരെ ഇറക്കിക്കൊണ്ട് ജീവനക്കാരുടെ ഷോർട്ടേജ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക, അതിനുവേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കൂടുതൽ സർവീസുകൾ, അന്ന് ഏതാനും സർവീസുകൾ മുടങ്ങിയെങ്കിൽ പോലും, പലയിടത്തും സർവീസുകൾ മുടങ്ങിയെങ്കിൽ പോലും കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ ഇറക്കിയായിരുന്നു അതിനെ സർക്കാർ നേരിട്ടത്. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥ കൂടി ആകുമ്പോൾ സാധാരണഗതിയിൽ KSRTCക്കാർക്ക് 5-ാം തീയതി ശമ്പളം കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ പലപ്പോഴും അത് നടക്കാറില്ല. അതിനിടയ്ക്ക് വീണ്ടും ഈ ഒരു പ്രതിസന്ധി കൂടി വരുമ്പോൾ അവരുടെ കാര്യം എന്താകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പണിമുടക്കിയ ജീവനക്കാർക്കെതിരെ ശമ്പളം നൽകാതെ ഒരു വിചിത്രമായ നടപടിയാണ് KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കമായി ഇപ്പോൾ നടക്കാൻ പോകുന്നത്.